അല്ലേ വണ്ടി ഇരിക്കുമെന്ന് പറ. നമുക്ക് ആഷിയുടെ ബേബിനെ കാണാൻ പോയാലോ എന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരു 7 മണി കഴിഞ്ഞാൽ എഴുന്നേറ്റപ്പോൾ ഒന്ന് ഫ്രഷായി ഒന്ന് സെറ്റായി വന്നപ്പം 7:15 അപ്പം ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് ബാൽക്കണിയിൽ നിന്ന് തുടങ്ങുകയാണ്. വെള്ളം നനച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നാണ് അമ്മ പോയെന്നാണ് ഞാൻ പുറത്തെല്ലാം വെള്ളം ഒഴിച്ചത്. നല്ല ചൂട് അതികഠിനമായിട്ടിപ്പം ഏൽക്കുന്നൊരു സ്ഥലമാണ് ഫ്രണ്ടിലെ ബാൽക്കണി എന്ന് പറയുന്നത്. എന്ത് വെള്ളം ഒഴിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവുന്നില്ല. എന്നാലും കുറച്ച് പച്ച പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ തോന്നൂനും എനിക്കത് കൊടുത്തു വിടാൻ പറ്റും. ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ നിന്ന് തുടങ്ങിയേക്കാം. അപ്പോൾ ഞാൻ വീടിൻ്റെ അകം ഫുള്ള് തുടച്ചെടുത്തു. ഒരു സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും സാമ്പ്രാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊന്ന് കത്തിച്ച് വെച്ചപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിനും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ കിട്ടും. ഇന്ന് ഗോതമ്പ് പുട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് ഞാനിപ്പം മനസ്സിൽ വിചാരിച്ച ഗീ റൈസും എഗ് റോസ്റ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഉസ്ക ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ ഏതാണ് റെഡി ആയിട്ട് വരിക അതുണ്ടാക്കാൻ പറ്റുക. സിമ്പിളായിട്ടേ, കാരണം നമ്മൾ പെരുന്നാളൊക്കെ പ്രമാണിച്ച് നോൺ വെജോ അല്ലെങ്കിൽ പച്ചക്കറിയോ അങ്ങനെ ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടില്ലായിരുന്നു. സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വാങ്ങിക്കണമൊക്കെ ഈ സൺഡേ വാങ്ങിക്കണം. അല്ലെങ്കിൽ അതിന് മുമ്പ് പോയി വാങ്ങിക്കേണ്ടി വരും. അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഇപ്പോൾ വാങ്ങിച്ചു വെക്കുകയാണ്. അപ്പോൾ അതേ പഴവും സ്ട്രോബെറി ഓർഡർ ചെയ്തിട്ടുണ്ട്. തോന്നുന്നു കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ പുട്ട് ഞാൻ ഗോതമ്പ് പുട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നനച്ച് വെക്കുകയാണ് കേട്ടോ. സെറ്റായിട്ടുണ്ട്. എൻ്റെ കടക്ക് ഇങ്ങനെ ഉരുണ്ട പിടിച്ച് നോക്കും ഞാൻ കയ്യിൽ. അങ്ങനെ സെറ്റായാൽ ഇറ്റ്സ് റെഡി. എനിക്കൊന്നത് കുക്കിംഗ് പഠിച്ച സമയത്തുള്ള പഠിച്ചതാണ്. ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടു പഠിച്ചതാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ പുട്ടുകുറ്റിയിലാക്കുന്ന നേരത്ത് ഒന്ന് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ വെള്ളം തളിച്ച് അപ്പോൾ ഞാൻ പുട്ടുകുറ്റി റെഡിയാക്കട്ടെ കേട്ടോ. പുട്ടുകുറ്റിയല്ല, കുക്കർ റെഡിയാക്കട്ടെ. നമ്മൾ ഓർഡർ ചെയ്ത പഴവും സ്ട്രോബെറിയും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ചില സമയങ്ങളിൽ തെറ്റി അപ്പുറത്തെ പഞ്ചായത്തിലൊക്കെ പോകാറുണ്ട്. ചില സമയത്ത് കേട്ടോ വരുന്നുണ്ട് നമ്മുടെ ആൾ. ഇങ്ങനൊരു കവറിലാണ് കേട്ടോ വരിക. പേപ്പർ ബാഗിൽ ഒരു ബോക്സിൽ ഇത് പഴം. ഇതാകുമ്പോൾ ഒറ്റ യൂസിന് കാര്യം കഴിയും. ബോക്സിൽ വരും. പിന്നെ സ്റ്റാമ്പ്. നല്ല വലിയ സ്ട്രോബെറിയാണ് കണ്ടിട്ട്. തുറന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വന്ന സ്ട്രോബെറീസ്. നല്ല സ്ട്രോബെറിയാണ് കണ്ടിട്ട്. ഇതാണ് ഇന്നത്തെ തോമുവിൻ്റെ സ്നാക്സ്. പുട്ടും പഴവും പഞ്ചസാരയും കുഴച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും ഇത് ഓക്കെ ആയിക്കോളും. അത്ര ഹാർഡൊന്നുമല്ല. സ്ട്രോബെറി ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്കിൻ്റെ 2 ബിസ്ക്കറ്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. അടിപൊളിയായില്ലേ? കഴിക്കുമോ എന്നുള്ളത് ഇനി ദൈവം തമ്പുരാൻ തീരുമാനിക്കണം. എന്നാലും അത് കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഈ ചാക്കോച്ചിന് ഞാൻ കുറച്ച് കുഴച്ച്. ഇനി ചാക്കോച്ചിന് ചിലപ്പോഴേ കഴിക്കുകയുള്ളൂ, നോക്കണം.
खोए में हाय गुड मॉर्निंग गुड मॉर्निंग तुम गुड मॉर्निंग ബ്രഷ് ചെയ്തോ പിന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ 8:30 ആയിട്ടേ ഉള്ളൂ നീ വീണാലും സാരില്ല ചെടിച്ചട്ടി താഴെ വരരുത് ബ്രഷ് ചെയ്തോ തോമു ബ്രഷ് ചെയ്തോടാ അപ്പാപ്പൻ വരുന്നു അപ്പാപ്പൻ ഹലോ ഹായ് ഡാഡി എവിടെ ഡാഡി നോക്കടാ മാറിക്കേ രണ്ടുപേരും മാറിക്കേ ചാക്കോ ഇറങ്ങ ആരിലും ഒരാൾ സഹകരിക്കേ തോപ്പ് മാറിക്കേ ഇവിടെ വണ്ടി പൊങ്ങി നിൽക്കുന്നു മാറിക്കേ ആ രണ്ട് പ്രാന്തന്മാർ സ്കോഡയാണോ തോന്നുന്നത് ചാക്കോച്ച രണ്ടിരുന്നോട്ടെ എന്ത് ഗേറ്റിന്റെ അവിടുന്ന് ഡാഡി എടുത്തോളും ഗേറ്റിന്റെ അവിടുന്ന് ഡാഡി ഇറക്കിക്കോളില്ലേ അവന് സങ്കടാവും പാവല്ലേ നോക്കട്ടെ തോമന്റെ ഇന്നത്തെ ഡ്രസ് കാരണം ഇതാണ് സ്കൂളിൽ പോണതെന്ന് ചാക്കോ മെയ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ വരുന്നുണ്ടോ പോവാണോ കേറ് കൂട്ടാ ടാറ്റാ ചാക്കോ ബൈ ബൈ ജാട നോക്കതിന്റെ ഓ റിവേഴ്സ് നോക്കണേ ഞാൻ നോക്കി പറയാം നടക്കൂല അവനെ തമാശ അത് താഴ്ചവെക്കവരെ താഴ്ചവെക്ക് ഇനിയിപ്പോ കുഴപ്പമില്ല ഇത്രയും ദൂരം നടന്നു വന്നേ നടക്കാൻ വയ്യ പാപ്പ കയ്യണ്ട തോമസ് സ്കൂളിലൊക്കെ പോയി ഞാൻ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചാക്കോച്ചന് മമ്മി കൊടുത്തിരുന്നു കേട്ടോ അവരെല്ലാം കഴിച്ചിട്ട് ബിസിനസ്സിൽ ഇരിക്കുകയാണ് ഞാൻ ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് എറണാകുളം വരുന്നു പോകണം അപ്പം ഇന്നത്തെ മെനു ചോറ് സോയാബീൻ വെച്ചിട്ടുണ്ട് ഞാൻ മോര് കാച്ചാണ് മുട്ടയും ചിക്കി പൊരിച്ച കാര്യം കഴിഞ്ഞു ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ വേഗം തീർക്കണം എനിക്കിനി പോയിട്ട് സാധനങ്ങൾ ഇന്നലെ രാത്രി റോൺചാട്ടൻ എന്നെ ഒന്ന് കൺഫ്യൂഷനാക്കി ഇന്ന് പോകുന്നുണ്ടോ എന്ന് ഞാൻ ഒന്നും എടുത്തു വെച്ചിട്ടില്ല ഒന്നേ എടുത്തു വെക്കണം പാത്രങ്ങളൊക്കെ അങ്ങനെ കിടക്കുക കഴുകണം അതൊരു വലിയ ജോലിയാണ്. അപ്പോൾ
അപ്പോൾ നമ്മുടെ സിമ്പിൾ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മൾ തിളപ്പിക്കാറില്ല, തിളപ്പിച്ച് പിരിഞ്ഞു പോകും. എൻ്റെ കണ്ണ് തരുമ്പോഴായിരിക്കും ഇനി ഇത് പിരിഞ്ഞു പോകാം. അധികം വെള്ളം ആക്കിയിട്ടില്ല, എന്നാൽ അധികം കട്ടിയും ആക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് ഉച്ചയ്ക്കത്തേനും മാത്രമാണത്. 4 പേരെടുക്കുമ്പോൾ തീരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇത് മുട്ട ചിക്കി പൊരിച്ചത്, മോര് കാച്ചിയത്, സോയാ പെപ്പർ ഫ്രൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ ഊച്ചിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇന്ന് കുറച്ച് ലേറ്റായി, 11 മണിയായി. കാരണം ചാക്കോച്ചൻ ഇടയ്ക്ക് വന്നു. അങ്ങനെ ഭയങ്കര ഡിസ്ട്രാക്ഷൻസാണ്. അതെ, കുപ്പികൾ തിളപ്പിച്ചു. ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ കുക്കർ കഴുകി വെക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രം. അപ്പോൾ ഇനിയിപ്പം റെഡിയാവാൻ പോകണം. റെഡിയാവുമല്ല, എന്നിട്ടായിരുന്നു ബാഗ് പാക്ക് ചെയ്യാൻ പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. അടുത്ത പരിപാടിയിലേക്ക് പോട്ടോ. ഡാഡിക്ക് ടാറ്റ പറ. ടാറ്റ ഡാഡി. ടാറ്റ പറ. ടാറ്റ പറടാ. ആ ബായ് അപ്പാപ്പാ. ബായ് ബായ്. See you. Bye bye papa. Bye bye. കാറെ കയറണ്ട, നമുക്ക് ഉച്ച കഴിഞ്ഞ് പോവാം. കാറെ കയറി ഒളിച്ചോ. റെഡി, 1 2 3 ഗോ. ഞങ്ങൾ പുതിയ ട്രൗസർ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് മുമ്പ് ഞാൻ ട്രയൽ നോക്കി, നിക്കറ് മാത്രം ഇടിയിച്ചിട്ട് സൂസു വരുമ്പം പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റൂമിൽ വന്നപ്പം സൂസു എന്ന് പറഞ്ഞു. ഞാനോർത്ത് ബാത്റൂമിൽ കയറാൻ വേണ്ടി കള്ളം പറയുന്നതാണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, അവൻ സൂസു വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ കുളിപ്പിച്ചിട്ട് വന്നിട്ട് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കമൻസ് കണ്ടിരുന്നു, ഇത് ഭയങ്കര ഫ്ലോപ്പായ ഒരു സാധനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇതിൻ്റെ ശരിക്കുള്ള പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഡയപ്പർ ഇടുന്ന പോലെ കുറേ മണിക്കൂറിലിട്ട് യൂറിൻ അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതല്ല. അതിൻ്റെ സാധനത്തിൻ്റെ പേര് പോട്ടി ട്രെയിനിങ് പാൻറ്റീസ് എന്നാണ്. അതായത് ഒരു 1 to 2 times യൂറിൻ താങ്ങാന്നുള്ള ഒരു ശേഷി മാത്രമേ ഉള്ളൂ. നമ്മൾ ഡയപ്പറിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടി കുട്ടിക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നു. അല്ലാണ്ട് ഡയപ്പറിൻ്റെ സെയിം പർപ്പസ് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ ജോലി. മാക്സിമം 1 to 3 യൂറിൻ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുള്ളൂ. കുട്ടീനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് കമൻറ്റ്സ് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, അട്ടർ ഫ്ലോപ്പ് സാധനം, അതിൻ്റെ ക്ലോത്തൊക്കെ നല്ലതാണ്. കുട്ടിയായാലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊന്നും ക്ലോത്ത് അല്ല കേട്ടോ. പർപ്പസ് ഇതാണ്. അപ്പോൾ അതിന് യോജിച്ച് അങ്ങനെ പ്രിപ്പയർ ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഇത് എന്താണ് യൂറിൻ എന്താ പറയുക ഹോൾഡ് ചെയ്ത് വെക്കാത്തതൊന്നും നമുക്ക് തോന്നിയില്ല. കാരണം നമ്മൾ പോട്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ആ മൂത്രം വരുമ്പോൾ പറയാൻ വേണ്ടിയുള്ള ഒരു സെക്ഷനായിട്ട് മാത്രം ഇതിനെ കാണുക. അതിനെ ഒരിക്കലും ഒരു ഡയപ്പറായിട്ട് കാണാണ്ടിരിക്കുക. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഞാൻ അത് വിട്ടുപോയി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഉച്ച കഴിഞ്ഞ് നമുക്ക് പോകണം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ്. ചാക്കോച്ചനെ എന്തായാലും പോകുമ്പോൾ ശരിക്കൊന്നും കുളിപ്പിക്കണം. അപ്പം ഞാൻ മേല് മാത്രം കഴുകി എടുത്തോളൂ, കാരണം അവൻ മുറ്റത്ത് കളിക്കുകയായിരുന്നു. അവന് ചെറിയൊരു കുറുകുറുപ്പും ഉണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് വരുമ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയേ പറ്റുള്ളൂ. ഉച്ച കഴിഞ്ഞായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ അക്കിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയിരുന്നു. രാവിലെ പോകണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അക്കിയുടെ അവിടെ കൊടുത്തിട്ടേ പോവുള്ളായിരുന്നു. കാരണം അവനൊരു കുറുകുറുപ്പുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയതിനെ കൂടെ. കുറുകുറുപ്പുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഡബിൾ മൈൻഡിലാണ് ഇരിക്കുന്നത്. പോണോ വേണ്ടിയോ എന്ന് പോലും ഞാൻ ആലോചിച്ച് തുടങ്ങി. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഓൾറെഡി 12 മണിയായി. ഇന്നലെ ഈ സമയത്തൊക്കെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാരണത്തിൽ പുറത്ത് പോകണമെന്ന് തീരുമാനിക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരിക. ടോമിനുള്ള ഡ്രസ്സ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ചാക്കോച്ചന് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ഒരു സ്പെയർ ഡ്രസ്സ് എടുക്കണം.
അങ്ങനെ കുറച്ച് പരിപാടികൾ ഇനിയുണ്ട്. അപ്പോൾ ഞാൻ വേഗം സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. നമ്മുടെ പുതിയ ബാഗ് നമുക്ക് ഇന്ന് കൊണ്ടുപോകട്ടെ. ഇന്ന് അവിടെ പോവുക, ഹോസ്പിറ്റലിൽ പോവുക, വരിക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. വേറെ ഡെസ്റ്റിനേഷൻസ് ഒന്നും താൽക്കാലികമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വണ്ടി കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മമ്മി ഓരോ പ്ലാനുകൾ പറയുക. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും ലീലോയെ വിളിക്കുക. കുറു ശബ്ദം കേട്ടോ നീ അകത്ത്. അമ്മേനെ കാണിച്ച്. അപ്പോൾ ഞങ്ങളിതേ റെഡിയായി ഇറങ്ങാൻ പോവാണ് കേട്ടോ. മമ്മി ഡ്രസ്സ് മാറുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാം റെഡിയായി. ഞാനൊരു 12:30 കഴിച്ചു. ചാക്കോച്ചിന് കൊടുത്ത പ്ലേറ്റിൽ തന്നെ കഴിച്ചു. മമ്മിയും ഡാഡിയും ഡോൺ ചേട്ടനൊക്കെ കഴിച്ചു. ഡോൺ ചേട്ടൻ കഴിച്ചു. മമ്മിയും ഡാഡിയൊക്കെ ഇപ്പോഴും കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ലൈറ്റ് വരണം. എനിക്ക് ഈ ചുരിദാർ ചേരുന്നുണ്ടോ എന്നൊരു സംശയം. പൊട്ടും കൂടെയൊക്കെ ആയപ്പോഴേ ഓവറായോ എന്നൊരു സംശയം. പറ ടാറ്റ പറ. ടാറ്റ. ജാടയാണോ ജാട? ടാറ്റ പറ. ടാറ്റ പറ. കുറു 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 ഗുഡു 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 ചാട. ഇവിടെ നോക്ക്. ഹായ്. സേ ഹായ്. വെക്കണോ? അപ്പടെ കൂട്ട് തലയിലേ വെക്കുള്ളൂ. ചാക്കോച്ചൻ്റെ കന്നാരി. അരി കന്നാരി കന്നാരി കന്നാരി. ചാക്കോ 1 2 1 2 1 2 3 സേ 1 2 1 2. അമ്മയ്ക്ക് വേണ്ട, എൻ്റെ മോൻ വെച്ചോ. ഇഷ്ടമായോ? മമ്മീനെ കാണിച്ചിട്ട് പോയോ? ഓ അപ്പൊ എനിക്ക് തെറ്റിയതാണോ? ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. വെയിലത്ത് വാ വെയിലത്ത് വാ വെയിലത്ത് വാ. വണ്ടി അപ്പ എടുക്കട്ടെ. വണ്ടി ഇരിക്കുമെന്ന് പറ. തോമോ ഗൂഗിൾ പേ തരാൻ പറ. ചേട്ടനെ വിളിക്കേ. ആ സ്കാനർ താട്ട് താട്ട് താട്ട്. എനിക്കിപ്പോൾ അത് ചേട്ടൻ മറ്റേ വട്ടേ ഇപ്പം ഉണ്ടെങ്കിൽ താട്ട്. തോമു എത്ര രൂപയായി തോമു? 50 രൂപയ്ക്ക് 50 ഉണ്ടെങ്കിൽ 50 രൂപയ്ക്ക് ഡീസൽ അടിച്ച പണം. 1046 അങ്ങനെയും പറയാം. കറങ്ങണ് കറങ്ങണ് കറങ്ങ. ടാറ്റ പറ. ടാറ്റ ബൈ ബൈ. ആ സുന്ദരനാ തോമോ. ലെറ്റ്സ് ഗോ. എവിടെയാ പോണേ? ആശിയുടെ വീട്ടിലല്ല പോണേ നമ്മള്. അപ്പൊ വള കണ്ടോ ഡാഡി? ഹോർലിക്സ് കുടിച്ചാ? ഇഷ്ടായോ ഹോർലിക്സ്? ഉറങ്ങി എഴുന്നേറ്റപ്പോ തന്നെ എല്ലാം മറന്നുപോയോ? എവിടെയാ പോണേ? Where we going? കോഴിയോ? ചാക്കോ നമ്മളെവിടെയാ പോണേ? ചാക്കോച്ച എവിടെയാ പോണേ? അക്കിയുടെ വീട്ടിലാ. നിങ്ങക്ക് അക്കിയുടെ വിചാരമുള്ളൂ ഇപ്പൊ. എവിടെയാ പോണേ? നെസ്റ്റോയോ? ലിഫ്റ്റിലോ? എവിടെയാ പോണേന്ന് പറ. സ്ഥലത്തിന്റെ പേര് പറ. ആരെ കാണാൻ പോവാ?
ഓ മനുഷ്യനെ കാണാൻ പോകും. ചാക്കോ എവിടെയാ പോണേ? ചാക്കോ ഇനി ആരെ കാണാനാ പോണേ? അക്കി. ചാക്കോ അല്ലല്ലോ അക്കിനെ കാണാനേ പോകുന്നു അല്ലേ? അക്കി ചാക്കോച്ചനെ കൂട്ടാ. വേപ്പനായാലോ? വേപ്പൻ പാവല്ലേ തോമു? ആംബുലൻസിൽ എന്തിനാ വരുന്നേ? കളയാനോ ഇവനെയോ? നന്നായി എന്തായാലും എന്റെ മോനെ കളയാനല്ലേടാ. തോമ എന്താ ഇന്ന് സ്നാക്സ് കഴിച്ചേ സ്കൂളിൽ പോയപ്പോ? ടാറ്റാ. ഇത് ശരിക്കും പുറത്തുള്ളവരുടെ ആശുപത്രി ആയിരിക്കുമോ? കാരണം ഓ പാർക്കിംഗ് ഈസ് ഫുൾ. ഇവന് ഓർമ്മ ഉണ്ടാവില്ല. ഇഷ്ടായോ? യു ലൈക്ക് ഇറ്റ്? ഡോൺ ചേട്ടൻ ഇനി ഏത് ജില്ലയിൽ പോയിട്ടായിരിക്കുമോ പാർക്ക് ചെയ്യുക? തോമസ് സ്മൈൽ ചെയ്യണില്ല കേട്ടോ. അയ്യേ കോട്ടുവാ വിടുന്നു. ഇത് പോണം നോക്കൂ. ശ്രീയുടെയോ? മറ്റേ ശ്രീലക്ഷ്മി ഞങ്ങളുടെ ഗ്രൂപ്പിലെ. ആ തോമ ഞങ്ങള് പോവാട്ടെ. ബായ്. നോക്കി കേറ് തോമു. കൊച്ചിന്റെ പേരിലുള്ള കാർഡിന് എന്റെ പേരിലെഴുതി. ഈ 2 വണ്ടി പോയിട്ട് പാർക്കിംഗ് ഇല്ല. വണ്ടി നാണം ഉണ്ടടാ നിനക്ക്? നാണം എന്റെ വീട്ടിലില്ലാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ. സേ താങ്ക് യു. വെറൈറ്റി ചിപ്സ് ആണ് കേട്ടോ. Five star hot chips. ഞങ്ങളിതേ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഞാനിത് കുളിച്ചു, നല്ലൊരു കുളി പാസ്സാക്കി ചൂടുവെള്ളത്തിൽ. പുറത്ത് പോയിട്ട് വന്ന് ആകെ മടുപ്പാണ്. പ്രത്യേകിച്ച് ഈ 2 പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഒരു രസമില്ലായിരുന്നു. 2 പേർക്കും എൻ്റെ കൂടെ ഇരിക്കണമെന്ന് വാശിയായിരുന്നു. പിന്നെ തോമോനെ തിരിച്ചു വരുന്ന വഴി ചാലക്കുടി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയിൽ നിന്ന് ഇറക്കി ഡാഡിയുടെ കൂടെ ഇരുത്തി ഭക്ഷണമൊക്കെ കഴിച്ചു, ഫ്രഷായി. അങ്ങനെ ആഷിക്കൊരു ബേബി ആയിക്കാണ്, ബേബി ബോയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, ഈ പറഞ്ഞ പോലെ എൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇന്ന് എന്തായാലും കാണാൻ പോകുമ്പോൾ എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഫോട്ടോയോ കൊച്ചിനെ ഒന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ, കാരണം അത് അവരുടെ ഒരു പ്രൈവസിയാണ്. അവർ പോലും ഇതുവരെ ഒഫീഷ്യലായിട്ട് ബേബിൻ്റെ ഫോട്ടോ റിവീൽ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഗോളടിക്കണ്ട എന്ന് വിചാരിച്ചു. ഇത് ചാക്കോച്ചിൻ്റെ ഡ്രസ്സാണ് കേട്ടോ, ഞാൻ മടക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോസൊന്നും എടുത്തില്ല.
കുറച്ച് നേരം ബേബിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് ശരിക്കും ചാക്കോച്ചൻ്റെ കുശുമ്പ് മനസ്സിലായത്. കുഞ്ഞു ബേബിയല്ലേ, അവനായിരുന്നല്ലോ ഇത്രയും നാളും കുഞ്ഞിത് നമ്മുടെ വീട്ടിൽ. അപ്പം ചാക്കോച്ചനെ വെട്ടി നമ്മുടെ ആഷിയുടെ ബേബി വന്നിട്ടുണ്ട്. ആഷി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം 2-3 ദിവസം കിടക്കേണ്ടി വരുമായിരിക്കും. റോണിയുണ്ട്. റോണി കറക്റ്റ് സമയത്ത് റോണിക്ക് നാട്ടിലെത്താൻ പറ്റി. പ്രഗ്നൻസിയിൽ ചിലർക്കൊക്കെ ചിലപ്പം പ്രഗ്നൻസി പീരീഡിലേ വന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ പോകേണ്ടി വരും. ഏതായാലും റോണി അത് വെൽ പ്ലാൻഡ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ അങ്ങനെയും കാണാൻ പറ്റി. കൊച്ചുമായിട്ട് ഇനി കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം അവരെ സംബന്ധിച്ച് പിന്നെ അത് വീഡിയോ കോളിൽ മാത്രം കാണുക എന്ന് അവരുടെ ലൈഫ്. അപ്പോൾ നല്ലൊരു കാര്യമായി. ആൻറ്റി ഉണ്ടായിരുന്നു, റോണിയുടെ അമ്മയുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നത്തെ പോയിട്ടുണ്ടായിരുന്നു ആൻറ്റീനെ കൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ കൊച്ചിനെ കാണാൻ പറ്റി. കൊച്ചിനെ കണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് അവൻ ഉറങ്ങുമായിരുന്നു. അവനെ കണ്ടു. പിന്നെ പിള്ളേരുടെ തോമു മെയിൻലി പോയത് ആഷിനെ കാണാനാണെന്നാണ് പറഞ്ഞത്. ബേബീനെ ഒരു സെക്കൻഡറി സംഭവമാണ്. അവർ റീസെൻ്റ്ലി ഞങ്ങൾ 2-3 പ്രാവശ്യം പഠിപ്പിച്ച് പോയപ്പോൾ ആഷിയായിട്ട് ഭയങ്കര സെറ്റായി. ഇത്രയും നല്ല ആഷി അമ്മായി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ 3 ടൈംസ് പോയി വന്നേ പിന്നെ ആഷി 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 അതുകൊണ്ട്. അപ്പം ലാസ്റ്റ് ടൈം പോയപ്പോൾ അവൻ പറഞ്ഞിരുന്നു ആഷിയുടെ കൂടെ ഹോസ്പിറ്റലിൽ കൂട്ട് നിൽക്കാൻ വരാമെന്ന്. അപ്പോൾ ആഷി ചോദിച്ചു എന്താണ് ഡ്രസ്സൊന്നും കൊണ്ടുവരാൻ എന്നൊക്കെ. അപ്പോൾ ചാക്കോച്ചനെ നിർത്തിക്കോ, ഞാൻ പോവാം ബേബീനെ കൊണ്ട് എന്നായി. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അങ്ങനെ ഒരു ട്രിപ്പായി. അപ്പം തോമ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നുണ്ട്. എനിക്ക് ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അതാണ് ഇതാണ്. പക്ഷെ വെച്ച് നീട്ടിയത് ആഷിക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവിടെ ചെന്നപ്പോൾ അവൻ അങ്ങ് ആൾ മാറി. ആഷി സർപ്രൈസ് ഉണ്ട് ആഷിക്ക്. എന്നിട്ട് ആഷിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഇന്ന് നടക്കാനൊക്കെ പറയുന്നൊരു ദിവസമാണല്ലോ. നടക്കുകയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു അമ്മയും മോനും. അതുകൊണ്ട് കാണാൻ പറ്റി. പിന്നെ ലില്ലി ആൻറ്റീനെ കാണാൻ പറ്റി. ഒരു ആൻറ്റി കൂടെ ഉണ്ടായിരുന്നല്ലോ, ആൻറ്റിയാണോ, ആൻറ്റിയാണെന്ന് തോന്നുന്നു. കണ്ടു. അങ്ങനെ സംസാരിച്ച്. ബിൻസി ആൻറ്റിയും റോണിയാണ് ഇന്ന് അവിടെ നിൽക്കുന്നത്. റോണി ഇന്ന് പോകാനിരുന്നാന്ന് തോന്നുന്നു. റോണി പ്ലാൻ മാറ്റി ചങ്ങനാശ്ശേരിക്ക് പോകാനിരുന്നാന്ന് തോന്നുന്നു. എന്തായാലും ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ പാരൻസിന്, പ്രത്യേകിച്ച് ന്യൂ പാരൻസിന് കാണും. അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നേരാണ്. നല്ലൊരു മാതാപിതാക്കളായിട്ട് മാറട്ടെ. കുട്ടീനെ വളരെ നല്ല രീതിയിൽ റൈസ് ചെയ്യാൻ പറ്റട്ടെ. ഈ പറഞ്ഞ പോലെ അവന് കുറച്ചധികം ദിവസം അവൻ്റെ അപ്പയുടെ കൂടെ ചിലവഴിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടി. റോണിക്കായാലും ആഷയുടെ കൂടെ ആ കറക്റ്റ് പീക്ക് ടൈമിൽ കൂടെ നിൽക്കാനും പറ്റി. അതൊക്കെ ഭയങ്കര, എന്നെ സംബന്ധിച്ച് എനിക്കതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച്. പണ്ടൊക്കെയാണ് പ്രസവിച്ച ഭർത്താവ് വരാൻ പാടില്ല, കാണാൻ പാടില്ല, അതാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ഇപ്പോൾ നാട്ടിലുള്ളൂ സത്യം പറഞ്ഞാൽ. കാരണം ഹോസ്പിറ്റലൊക്കെ അതുപോലെ ഫെസിലിറ്റീസും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ റോണിയിൽ ഞാൻ അങ്ങനെ ഒരു കുട്ടി അപ്പയുടെ കൗതുകം ഞാനിന്ന് കണ്ടു. എനിവേ ഭയങ്കര ഹാപ്പിയായി. റോണി നല്ല സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ലൈക്ക് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാരാണല്ലോ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ വന്നു. അധികം നേരം ഇരുന്നില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ മാക്സിമം പോയിട്ട് അതിലും സ്പീഡിൽ തിരിച്ച് വരിക. ഞങ്ങളത് വീട്ടിൽ പോയിട്ട് പോകണ്ട എന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പം കുളിയും കാര്യങ്ങളൊക്കെ കാണും. അല്ലെങ്കിൽ അമ്മയ്ക്കും ഇന്നൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ലാത്തൊരു ദിവസമാണ്. ഇനിയിപ്പോൾ റിലേറ്റീവ്സ് കൂടി വരുന്നൊരു ടൈമാണല്ലോ. കഴിവതിലും ഞാൻ എപ്പോഴും പറയും, ഡെലിവറിയൊക്കെ കഴിഞ്ഞ ആരിലൊക്കെ കാണാൻ പോവാണ് എത്രയും വേഗം അവിടെ നിന്ന് വരിക. കാരണം ആ വീട്ടിലുള്ള എല്ലാവർക്കും പണിയായിരിക്കും. ഇന്ന ഒരാൾക്ക് മാത്രമൊന്നുമല്ല, കുട്ടിയുടെ അമ്മയ്ക്ക്, കുട്ടിക്ക് വരെ ജോലി കാണും. കാരണം ഉറങ്ങണം, പാല് കുടിക്കണം, വാശി പിടിക്കണം. അതുപോലെ അമ്മയ്ക്ക് പണി, ആ വീട്ടിലെ ഏറ്റവും വലിയ അമ്മയ്ക്ക് പണി കാണും. അങ്ങനെ കുറേ പരിപാടികളുള്ള ഒരു സമയമാണ് ഡെലിവറി കഴിഞ്ഞ പോസ്റ്റ് ഡെലിവറി ടൈം എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ ഇപ്പം സിസേറിനാണെങ്കിലും നോർമലായാലും അതിൻ്റെ എല്ലാ പെയിനും കാണും. സിസേറിയൻകാർക്ക് ഈ പറയുന്ന പോലെ ഒന്ന് ബെൻഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. നോർമലിനെ സംബന്ധിച്ച് നോർമൽക്ക് പെട്ടെന്ന് റിക്കവറി ആവും. അതേപോലെ സ്റ്റിച്ച് കുറേ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പം ഞാൻ സി സെക്ഷൻ ആയതുകൊണ്ട് പറയുന്നതല്ല. രണ്ട് കൂട്ടരുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം മാക്സിമം വരെ ശല്യം ചെയ്യാണ്ടിരിക്കുക. ഇപ്പം നമ്മൾ എല്ലാവർക്കും കാണും കുട്ടീനെ കാണാനുള്ളൊരു കൗതുകവും കാര്യം. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലെ റൂമിൽ ചെന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നേഴ്സുമാരെങ്കിലും വന്ന് കൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. തോമിനോട് പറഞ്ഞാൽ പിന്നെ തോമു പോകാനായിട്ട് മുട്ടിയിട്ട് നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകണ്ടേ, ബേബിനെ കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മമ്മിയും പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണാം, അതല്ലേ അതിൻ്റെ ഒരു രീതി. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് ബന്ധുക്കളാണല്ലോ.
ആഷിക്ക് പൊതുവേ പിള്ളേർ ഭയങ്കര ഇഷ്ടമാണ്. ആഷിക്കൊരു കുട്ടി, പിന്നെ ആഷിക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും ഓണായിട്ടൊരു ബേബി. ഇന്ന ആളൊന്നൊന്നുമില്ലല്ലോ, എല്ലാ പിള്ളേരും കൊഞ്ചിക്കും. ആൻസിനാണ് അതിൻ്റെ തിരിച്ച് ഓപ്പോസിറ്റാണ്. പിള്ളേരെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും, ഹാർഷായിട്ടാണ് കൊഞ്ചിക്കുക. അതായത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് രണ്ട് പേരുടെ ക്യാരക്ടറും. ആഷി ഭയങ്കര ലവബിളാണ്, കിഡ്സിനോട് പ്രത്യേകിച്ച് ലവബിളാണ്. പിള്ളേർ പെട്ടെന്ന് കുപ്പിയിലാക്കും ആഷി. അപ്പോൾ ആഷിക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ, എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. ഡിംപിളും പാച്ചുമൊക്കെ ഇന്നലെ രാത്രി വരെ അവിടെയായിരുന്നു. അവർ റൂമിൽ വന്ന് പാച്ചു കുറേ നേരം ബേബിനെ കണ്ടിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ പോയത്. ഇന്നിപ്പോൾ അവർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ട്രിപ്പായി പോയെന്ന് തോന്നുന്നു. കാരണം ആദ്യം റോണിൽ പോകാമെന്ന് പറഞ്ഞു, പിന്നെ പോണില്ലെന്ന് പറഞ്ഞു. പിന്നെ പാച്ചുവിന് ചെറിയ ചുമയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പാച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു കൊച്ചിനെ കണ്ട് ചാക്കോച്ചിന്ന് വിളിക്കാതെ ബേബിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അശിയുടെ വയറ്റിൽ ബേബി ഉണ്ടെന്നുള്ളൊരു ധാരണ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണ ഒരു പ്രായമാണല്ലോ. അപ്പം അതുകൊണ്ട് അവനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനും ഹാപ്പിയായി. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ വരുമ്പോൾ എന്തായിരിക്കും അവൻ്റെ റിയാക്ഷൻ എന്ന് അറിയില്ല. കാരണം എപ്പോഴും മൂത്ത കുട്ടികൾക്ക് ഒരു കോംപ്ലക്സ് കാണാം. അവനെ സംബന്ധിച്ച് അവനാണ് പനിക്കലെ രാജാവ്. ഇനിയിപ്പോൾ അവനല്ലെന്നല്ല കേട്ടോ പറയുന്നത്. എന്നാലും നമ്മളൊരു കുട്ടി വരുമ്പോൾ മാക്സിമം നമ്മൾ എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയും. എന്തായാലും പാച്ചുവിൻ്റെ റിയാക്ഷൻ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പാച്ചു ഇന്നലെ, നമുക്ക് ആസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സ്പോട്ടാണ്. എന്നെ സംബന്ധിച്ച് ചാക്കോച്ചനും പോട്ടെ, പാച്ചുവിനെ കൊണ്ട് നമ്മൾ 2-3 ട്രിപ്പ് പോയൊരു പ്ലേസാണ്. അപ്പം ഇന്നലെ ഡിംപിളും ചെന്നിട്ട് കുറേ അഡ്മിറ്റായി കിടന്ന റൂമിൻ്റെ അവിടെ ഇവിടെയൊക്കെ പോയി പാച്ചുവിനെ കാണിച്ചെന്ന് പറഞ്ഞു കേട്ടോ. നമുക്കിപ്പോൾ ജൂബിലിയുടെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാനും ഡിംപിളും പറയും, നമ്മൾ എന്തോരം ഓട്ടോയിൽ വന്നിരിക്കുന്ന ഡിംപിളെന്ന് പറയും. നമ്മൾക്കത് പോയി അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. ആ കുട്ടീനെ വെച്ച് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തോരം ഓടി. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കോമഡിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അത് നമ്മൾ അറിയത്തില്ലേ, നമ്മൾ കൂടെ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയാവുന്നൊരു കാര്യമാണ്. ഡിംപിളുടെ ഡെലിവറി എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. അത് ഒരാളെ മാത്രമല്ല ഒരു ഡെലിവറി ബാധിച്ചത്, എല്ലാവരെയും ഇമോഷണലിയും മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി ഒക്കെ ബാധിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ നമ്മൾ മറികടന്ന് ഇത്രയും സക്സസ്ഫുള്ളി മുന്നോട്ട് പോകണമെങ്കിൽ അതൊരു ഒത്തൊരുമയുടെ സംഭവം തന്നെയാണെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചിൻ്റെ കാര്യം എന്തെല്ലാമെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന്, അപ്പോൾ ഡിംപിളിനായാലും ശരി കൊച്ചിനായാലും നമ്മളെല്ലാവരും 2 വീട്ടുകാരും ഒന്നിച്ച് നിന്ന് ഓരോന്ന് ചെയ്തത് കൊണ്ട് നമുക്കിപ്പോൾ ഓർത്ത് പ്രൗഡാണ്, ശരിക്കും പ്രൗഡായ ഒരു സംഭവമാണ്. അവരുടെ കൂട്ടത്തിൽ പല കാറ്റഗറിയിലുള്ള പിള്ളേർ ഈ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ അതിൽ നമ്മുടെ കുട്ടി സ്മാർട്ടായിട്ട് നടക്കുമ്പം ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കെന്തോ ഇന്ന് അവിടെ പ്രത്യേകിച്ച് ആസ്റ്ററിലും കൂടെ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ എന്തോരം നടന്നിട്ടുണ്ട് നമ്മുടെ കൊച്ചിനെയും കൊണ്ട് ഇവിടെ. അവനെ ഇപ്പം നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ദൈവം തന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ പറയുന്നത് നമ്മളോട് അഹങ്കാരമായിട്ട് തന്നെ കണ്ടോ, അതൊരിക്കലും ദൈവത്തിന് അനുഗ്രഹം ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അത് കൊണ്ടു നടക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു തൻ്റെ ഇടവും, അതുപോലെ കയ്യിൽ നല്ല പൈസ വേണം കേട്ടോ. അത് എങ്ങനെയാണ് വന്നതെന്ന് എങ്ങനെയാണ് ചിലവാക്കിയതെന്നൊന്നും നമുക്ക് ഇപ്പോൾ ആലോചിച്ചാൽ ഇടുമ്പോൾ ഞാൻ കണ്ണു തള്ളുമെന്ന് പറയും. അതാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം എവിടെ നിന്നെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുതരും. ഞാൻ പറയും ബ്ലെസ്സിങ് ആണ്, അതിലുപരി അഹങ്കാരമായിട്ട് തന്നെ കണ്ടോ. നിങ്ങളൊരു ബ്രേവ് പേരൻസോ എന്തൊക്കെയോ അച്ചീവ് ചെയ്തിട്ടുള്ള പേരൻസാണ്. കൂടുതലും അപ്പനെ അമ്മേനെ അഫക്റ്റ് ചെയ്യുമെങ്കിലും ഡിംപിളിനെയാണ് കൂടുതലും അഫക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തിൽ. അപ്പം ഞാൻ ഡിംപിളിനോട്, നമ്മൾ ആണുങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡൗൺ ആവും. പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം കൊച്ചിൻ്റെ കാര്യമാകുമ്പോൾ കുറച്ച് എന്താ പറയുക, എപ്പോഴും നമ്മൾ അതിൽ സ്റ്റക്ഡായിരിക്കും. മോറോവർ ഡിംപിളിനെ സംബന്ധിച്ച് ബേബിനെ കണ്ടിട്ടില്ല, ആ ഒരു ഇമോഷൻ എന്തെന്ന് പറഞ്ഞാലും ഡിംപിളിൻ്റെ മനസ്സിൽ കാണും. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളല്ലേ, ഓരോരുത്തരുടെ ലൈഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ഒരിക്കലും സെയിം ആയിരിക്കില്ല. അപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ പറഞ്ഞ് നിർത്തി. എനിവേ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച ടൈമിൽ എനിക്ക് ലഞ്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ പിള്ളേർ വന്ന ഇടയിൽ കയറുമ്പോഴും ഉറക്കക്ഷീണം എനിക്ക് അങ്ങോട്ട് മാറണില്ല. എന്ത് നേരത്തെ ഉറങ്ങിയാലും ഇടയ്ക്ക് ഈ ചാക്കോച്ചൻ എഴുന്നേറ്റ് എൻ്റെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകും. പിന്നെ നമുക്കൊരു റെസ്റ്റ് ഇല്ലാണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക എന്നുള്ളൊരു, നേരത്തെ കിടക്കുക എന്നുള്ളൊരു ഇതിലും കൂടെ
വരണം. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആവും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.